ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ കൈലാസിന്റെ കൈയൊക്കെ മുറിഞ്ഞപ്പോഴേക്കും ഭൂമികക്ക് വല്ലാത്ത വിഷമം തോന്നാണ്. സ്വന്തം അമ്മയല്ലേ, ആ ഒരു വിഷമം ഭൂമികക്ക് ഉണ്ട് കേട്ടോ. ഭൂമികയാണ് കൈലാസിന് ചോറ് വാരി കൊടുക്കണത്. ശേഷം കൈലാസ് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് പോകുമ്പോഴേക്കും ഭൂമിക ഓരോന്ന് ആലോചിച്ച് പൊട്ടിക്കരിയുന്ന ഭാഗത്തോടെയാണ് ഇന്നലത്തെ എപ്പിസോഡ് തീർന്നത്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഭൂമിക അവിടെ നിന്ന് എഴുന്നേറ്റ് കൈയൊക്കെ കഴുകിയതിനു ശേഷം അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കാട്ടോ. തന്റെ മോന ആദ്യമായിട്ട് ഒരു ഉരുള ചോറ് വായിലിട്ട് കൊടുക്കാൻ പറ്റി, തന്റെ മോന്റെ അടുത്തൊന്ന് ഇരിക്കാൻ പറ്റി. ഈ 5 ദിവസം ദേവിയായിട്ട് തനിക്ക് തന്ന 5 ദിവസങ്ങളാണ് തന്റെ മോന്റെ കൂടെ ചെലവഴിക്കാൻ വേണ്ടി ദേവി തന്ന 5 ദിവസങ്ങൾ എന്ന് മനസ്സിലാക്കുന്ന ഭൂമിക സന്തോഷത്തോടെ അവിടെ ഇരിക്കാട്ടോ. ശേഷം ലക്ഷ്മി ഈ കാര്യങ്ങളൊക്കെ തന്നെ പാറുവിനോടും അമ്മേനോടും പറയുന്നുണ്ട്. ഭൂമിക മേഡത്തിന് കൈലാസാനെ ഭയങ്കര ഇഷ്ടമാണല്ലേ എന്ന് ചോദിക്കുമ്പോ പാറു പറയണ്ടേ, ഭൂമിക മേഡത്തിന് കൈലാസ എന്നല്ലേ എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മനസ്സാണ്. അപ്പൊ അമ്മ ചോദിക്കണ്ട, എല്ലാ മോളെ ഞാൻ ചോദിക്കണമെന്ന് പല വട്ടം വിചാരിക്കണത് ഭൂമിക മേഡത്തിന്റെ കുടുംബവും കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോ പാർവതി പറയണ്ട, അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിയില്ലമ്മേ, ചോദിച്ചാ മേഡത്തിന് വിഷമാവെന്ന് വെച്ചിട്ട് ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ആ ചോദിക്കേണ്ട, ചിലപ്പോ അത് ആലോചിക്കാൻ പറ്റാത്തതും വിഷമമൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നും ആർക്കും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിലോ, അതുകൊണ്ട് ചോദിക്കണ്ട. പക്ഷെ ഒരു കാര്യം ഉറപ്പാ മോളെ, ഭൂമിക മേഡത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് ഭൂമികാമ്മയോട് ഇങ്ങനെ ഇരിക്കില്ല എന്നൊക്കെ പറയണം. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാവിലെ തന്നെ പാറുവിന്റെ അച്ഛൻ ജനാർദ്ദനാണെന്നുണ്ടെങ്കിൽ തിരുമേനിയുടെ കയ്യിൽ നിന്ന് തിരുവാഭരണം മേടിക്കാൻ വേണ്ടി പോവാട്ടോ. പാർവതി ഉണ്ട്, അതുപോലെ തന്നെ ലക്ഷ്മി ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ തിരുവാഭരണം മേടിക്കാൻ പോണ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈലാസ് മുക്ത എടുത്ത് പറയുന്നുണ്ട്, മുക്തെ ഇനി ഞാൻ മറച്ചു വെക്കുന്നില്ല, ഇന്ന് വന്നിട്ട് 2ാമത്തെ ദിവസമാവാണ്, 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകും. അതിനു മുമ്പ് അച്ഛനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം, എനിക്ക് പാറുവിന് ഇഷ്ടമാണെന്നും പാറുവിനെ വിവാഹം കഴിച്ച് തരുമെന്നും അച്ഛനോട് ചോദിക്കണ്ടേ. അതിനെ പറ്റിയ സമയം ഇത് തന്നെയാണ്, ഇനി ഞാൻ മറച്ചു വെക്കുന്നില്ല, ഇന്ന് തന്നെ ഞാൻ എല്ലാ സത്യങ്ങളും പാറുവിന്റെ അച്ഛനോട് പറയാൻ പോവാ. ജനാർദ്ദനൻ അങ്കിൾ പിന്നെ തീരുമാനിക്കട്ടെ എന്താ വേണ്ടെന്ന്. എന്തായാലും എന്റെ മനസ്സിലെ ആഗ്രഹം അത് ഞാൻ തുറന്ന് പറയാൻ തന്നെ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ മുക്ത പറയുന്നുണ്ട്, ഇത്ര പെട്ടെന്ന് തന്നെ പറയണോ? ഇപ്പൊ ഓരോ ചടങ്ങുകളും കാര്യങ്ങളും നടക്കുകയല്ലേ, അവർക്ക് അങ്ങനെ അമ്പലത്തിലെ തിരക്കും കാര്യങ്ങളൊക്കെയാ, അതൊക്കെ കഴിഞ്ഞ് സാവകാശം പറഞ്ഞ പോരെ. സാവകാശം പറഞ്ഞാൽ ശരിയാവില്ല, ഇപ്പൊ തന്നെ പറയണത് നല്ലത്. അഥവാ അവർക്ക് എന്നെ പാറുവിനെ കെട്ടിച്ചേരണ്ടെന്നാണെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ എനിക്ക് ആ ഒരു വിഷമം ഈ നാട്ടിൽ തന്നെ വെച്ചിട്ട് പോകാലോ. പിന്നീട് എനിക്ക് പാറുവേണ്ടത് പഴയ പോലെ തന്നെ ഒരു കൂട്ടായിട്ട് തന്നെ സംസാരിക്കാലോ. അതുകൊണ്ട് അങ്കിളിനടുത്ത് വേണം ഈ കാര്യം പറയാൻ എന്ന് പറയുമ്പോഴേക്കും അല്ല, അഥവാ ജനാർദ്ദനൻ അങ്കിള് സമ്മതിച്ചു, പക്ഷെ പാറുവിന് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിലോ എന്ന് മുക്ത ചോദിക്കുമ്പോ നീ എന്താ ഉദ്ദേശിക്കുന്നത്? പാറുവിന് അങ്ങനെ ഒരു ഇഷ്ടം ആരോടും ഇല്ല, പിന്നെ എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്താ കാര്യം? അതല്ല കൈലാസ് ഞാൻ പറയണത്, കൈലാസ് ഒന്നും ഉദ്ദേശിക്കരുത്, വിഷമിക്കരുത്. ഒരു പെൺകുട്ടിയല്ലേ, അവർക്ക് വിവാഹത്തെക്കുറിച്ച് പല ചിന്തകളും പല സ്വപ്നങ്ങളും കാണും. നമ്മളെല്ലാം തികഞ്ഞ ഒരു ആണാണ്, ഞങ്ങൾക്ക് പണമുണ്ട്, അതുപോലെ തന്നെ പ്രതാപമുണ്ട്, അതുപോലെ തന്നെ ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ പെണ്ണിന്റെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് നീ പെട്ടെന്ന് ഇടച്ചാടി ഇങ്ങനെ പറയണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പാറുവിന്റെ മനസ്സക്കാരന് പതുക്കിയൊക്കെ പറഞ്ഞാ പോരെ? ഇല്ല, അതൊന്നും പറ്റില്ല, ഇനി ഞാൻ മാറ്റി വെക്കുന്നില്ല, ഇപ്പൊ തന്നെ പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ എല്ലാ സത്യങ്ങളും പെണ്ണ് ചോദിക്കാൻ പോണ പോലെ തന്നെ ഞാൻ പോകാൻ പോണ അങ്കിളുടെ അടുത്തേക്ക്. നീ വരുന്നുണ്ടോ? അയ്യോ അത് എനിക്ക് പിന്നെ എങ്കിൽ നീ വരണ്ട, ഞാൻ തന്നെ പോയിക്കോളാം, അല്ലെങ്കിൽ നിന്നെ കുറിച്ചൊരു നെഗറ്റീവ് ധാരണയാണ് അവർക്ക്, ഞാൻ തന്നെ പോയിട്ട് അങ്കിളിനോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കൈലാസ് എന്തും ആവട്ടെ എന്നിട്ട് കൽപ്പിച്ച് അങ്ങോട്ട് പോകാൻ പോട്ടെ. ആ സമയത്ത് മുക്തയാണെങ്കിൽ ഈശ്വര കൈലാസ് ഇപ്പൊ തന്നെ എല്ലാം തുറന്നു പറയുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ആ കിളവൻ ഇപ്പൊ തന്നെ സമ്മതിക്കും വിവാഹത്തിന്, പിന്നെ അവരുടെ വിവാഹം കൂടി നടത്തിയിട്ട് ചിലപ്പോ കിളവൻ വിടുള്ളൂ. ഇനിയിപ്പൊ എന്താ ചെയ്യാ എന്നൊക്കെ ആലോചിക്കുകയാണ്. അതേ പിന്നീട് കാണിക്കുന്ന രുദ്രനെയാട്ടോ. രുദ്രൻ ഉണ്ണി പറയുന്നുണ്ട്, അതെ ഇന്നാണ് തിരുവാഭരണം ആ ജനാർദ്ദനൻ അങ്കിളുടെ കയ്യിലേക്ക് കൊടുക്കാൻ പോണത്. കൊടുക്കട്ടെടാ കൊടുക്കട്ടെ, എനിക്കതിൽ സന്തോഷമുള്ളൂ. അല്ല എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല മുതലാളി എന്ന് പറയുമ്പോ, അത് വേറൊന്നും അല്ലടാ, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? ഇത്രയും സന്തോഷത്തോടെ ദേവിയുടെ ഇത്രയും കോടി വിലയുള്ള തിരുവാഭരണം ഞാൻ അയാളെ കിളവന്റെ വീട്ടിൽ വെക്കാൻ സമ്മതിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അല്ല എനിക്ക് തോന്നണില്ല, പക്ഷെ എന്താ അവിടെ നിന്ന് ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. എടാ അത് തിരുവാഭരണം തന്നെയാണ്, അതിൽ ഞാൻ മായോ മന്ത്രോ ഒന്നും തന്നെ വരുത്തിയിട്ടില്ല. പക്ഷെ തിരുവാഭരണത്തിന്റെ കൂടെ ഞാൻ ഒരു സംഭവം കൂടി ആ പെട്ടിയിൽ വെച്ചിട്ടുണ്ട് എന്ന് രുദ്രൻ പറയാണ്. ഉണ്ണി ചോദിക്കണ്ട്, തിരുവാഭരണം അല്ലാതെ വേറെന്താ പെട്ടിയിലുള്ളത്? അതൊരു ചെറിയ ആമാട പെട്ടിയല്ലേ, അതിലിപ്പോ എന്തുണ്ടാവാനാ? എടാ പൊദ്ദൂസേ, അത് ഞാൻ പറഞ്ഞത് നിനക്കെന്നല്ല ആർക്കും മനസ്സിലാവില്ല. ഞാൻ വിചാരിക്കണത് ചിന്തിക്കണത് എന്താന്ന് ആർക്കും മനസ്സിലാവില്ല. അല്ല എന്താ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോഴേക്കും വേറൊന്നുമല്ലടാ, തിരുവാഭരണ പെട്ടി ആ കിളവൻ കൊണ്ട് വീട്ടിൽ കൊണ്ടേ വെക്കും അല്ലേ? വീട്ടില് പൂജാ റൂമിലാ വെക്കണല്ലോ. ആ സമയത്ത് ആ തിരുവാഭരണ പെട്ടി ഠോ എന്ന് പറഞ്ഞൊരു ഒച്ച കേൾക്കും.
അയ്യോ അതെന്തായത് എന്ന് ഉണ്ണി ചോദിക്കുമ്പോ എടാ ആ തിരുവാഭരണപ്പെട്ടിയിൽ ഞാൻ പൊട്ടുന്നൊരു സാധനം വെച്ചിട്ടുണ്ട്. ഏ ബോം ആ അത് തന്നെ അത് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോ അത് പൊട്ടിത്തെറിച്ച് എല്ലാവരും മരിച്ചു പോവില്ലേ? പോട്ടേടാ മരിക്കട്ടെ വലിയൊരു വാർത്തയാവില്ലേ? പത്രക്കാർക്കും ടിവിക്കൊക്കെ ഒരു വാർത്ത കിട്ടിയില്ലേ? പിന്നെ നമ്മുടെ നാട്ടിന് ഷാബോട്ടുള്ള 2-3 ജന്മങ്ങൾ അങ്ങോട്ട് തീരും. പിന്നെ അവളുടെ കൂടെ നാട്ടിൽ നിന്ന് വന്നവർക്കും ഇതില് പങ്കെടുക്കാനാണ് യോഗം. അവരുടെ ജീവിതവും പോകും. നാട്ടിൽ നല്ല സുഖത്തിലും സൗകര്യത്തിലും കഴിഞ്ഞവരാ ഇവിടെ വന്ന് ഈ ബോംബ് പൊട്ടിത്തെറിച്ച് മരിക്കാണ് അവരുടെ വിധി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രുദ്രൻ ഇങ്ങനെ ചിരിക്കാട്ടോ. അപ്പൊ എന്റെ ലക്ഷ്മി എടാ ലക്ഷ്മി പോയെങ്കിൽ പോട്ടെടാ നിനക്ക് വേറെ നല്ല പെണ്ണിനെ ഞാൻ നോക്കി തരും എന്നൊക്കെ രുദ്രൻ പറഞ്ഞു. പക്ഷെ അത് ഉണ്ണിക്ക് അങ്ങോട്ട് ദഹിക്കണില്ല കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനാർദ്ദനൻ അങ്കിളിന് തിരുമേനി തിരുവാഭരണം കൊടുക്കുന്നുണ്ട്. തിരുവാഭരണം കൊടുക്കുന്ന ആ സമയത്ത് തന്നെയാണ് പാർവതിയുടെ കയ്യിൽ അവിടെ ചടങ്ങ് നടക്കാൻ വേണ്ടി ചരട് കെട്ടുവാട്ടോ. അപ്പൊ പ്രിയനും ആ പ്രിയന്റെ പ്രണയം പാർവതി തുറന്നു പറയാൻ വേണ്ടി വരുവാണ്. കൈലാസും ആ ഒരു കാര്യം പറയാൻ വേണ്ടി വരുന്ന സമയത്താണ് ഈ ഒരു ചടങ്ങ് കാണുന്നത്. അപ്പൊ ഇത് കാണുമ്പോ പ്രിയൻ പാറുവിന്റെ അമ്മയോട് ചോദിക്കേണ്ട എല്ലാ അമ്മ ഇതെന്താ ചടങ്ങ് എന്ന് ചോദിക്കുമ്പോ അതോ ഇതൊരു പ്രത്യേക ചടങ്ങാ മോനെ. അവള് ഇനിയിപ്പോ കലശം എടുക്കാൻ പോണല്ലേ. അപ്പോ ശരീരവും മനസ്സും എല്ലാം ഏകാഗ്രമായിരിക്കണം. വേറൊരു ചിന്തയും പോവാൻ പാടില്ല. മനസ്സ് ശുദ്ധമായിരിക്കണം. അതിനുവേണ്ടി കെട്ടിക്കൊടുക്കുന്ന ചരടാണ് ഈ ചരട് കെട്ടിക്കൊടുത്ത അവളുടെ മനസ്സിലും മൈൻഡിലും ശരീരത്തിലും ദേവി കുടിയിരിക്കണം എന്നാണ് അർത്ഥം. അപ്പൊ അവളുടെ ശരീരത്തിൽ ദേവിയുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു വിശ്വാസത്തോടെ ആ ഒരു നല്ല മനസ്സോടു കൂടി അവൾക്ക് കലശം എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ തീ വെക്കുമ്പോഴേക്കും പൊള്ളില്ലേ? പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ തീ വെക്കുമ്പോൾ ഒന്നും നമ്മൾ അറിയത്ത് പോലില്ല. കലശം നല്ല രീതിയിൽ എടുക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കും. എന്തായാലും ഈ ചടങ്ങ് കഴിഞ്ഞാലേ എനിക്ക് സമാധാനാവുള്ളൂ എന്ന് അമ്മ പറയാണ്. ആ പാർവതിനെ കൈലാസും പ്രിയനൊന്നും നോക്കാണ്. ഈശ്വര ഇനിയിപ്പോ ഉള്ള ദേവിയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ ഇവളത്തിന് കല്യാണാലോചനയൊക്കെ ആയിട്ട് ഇപ്പൊ പറഞ്ഞു പോണത് ശരിയല്ലല്ലോ. പ്രിയനാണെങ്കിൽ പ്രണയം ഇനി പറയാൻ പറ്റില്ല. എന്നാലും ഇത് ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടായിട്ട് പറയാന്ന് പ്രിയൻ വിചാരിക്കും. കൈലാസ് ആണെങ്കിൽ ഇനിയിപ്പോ ഈ സമയത്ത് പറയണത് ശരിയാണോ? എല്ലാം അവളുടെ ദേവി കൂടിയിരിക്കണയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അച്ഛനോട് ഇപ്പൊ ഈ കാര്യം പറഞ്ഞാലും അച്ഛൻ പറയും പാറുവിന്റെ ഒരു അഭിപ്രായം ചോദിക്കാതെ പറയാൻ പറ്റുന്നത്. പാർവതി ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് പാർവതി എടുത്ത് അഭിപ്രായം ചോദിക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇനി പറയണോ എന്ന് കൈലാസും ആലോചിക്കുക കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് ആ ബോംബ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അത് ആരുടെയൊക്കെ ജീവൻ എടുക്കും ജീവിതം എടുക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. എനിക്ക് തോന്നണം മിക്കവാറും പാർവതിയുടെ ചേട്ടനുണ്ടല്ലോ, ചേട്ടന് കുടുംബത്തിന് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇത് അറിഞ്ഞിട്ട് ചേട്ടനെങ്ങാനും അത് എടുത്തുകൊണ്ട് പോയിട്ട് ചേട്ടനെങ്ങാനും പൊട്ടിത്തെറിച്ച് മരിക്കുമോന്നും അറിയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ആരെങ്കിലൊക്കെ അവരെ രക്ഷിക്കാൻ വേണ്ടി വരുമായിരിക്കും. അത് ചേട്ടനാവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഭൂമിക മേഡം ആണെന്നുണ്ടെങ്കിൽ ഈ 5 ദിവസം തന്റെ മോൻ അടുത്ത് കിട്ടിയ സന്തോഷത്തിലാണ്. മോന ഇപ്പൊ കൈ കുറെ നാളത്തേക്ക് കൈലാസിനെ കഴിക്കാനും ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒന്നും പറ്റാത്തത് കൊണ്ട് തന്നെ കൈലാസിന്റെ അടുത്തിരുന്ന് തന്നെ ശുശ്രൂഷിക്കാനാണ് ഭൂമിക മേഡം തീരുമാനിച്ചിരിക്കുന്നത്. ഭൂമിക എന്താണ് കൈലാസിനോട് മാത്രം ഇത്ര പ്രത്യേക ഒരു സ്നേഹം കാണിക്കണമെന്ന് എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.